സംസ്ഥാന അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ പുകഴ്ത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ. വർഗീയ ശക്തികൾ വിഷപ്രചാരണം നടത്തുന്ന വേളയിലാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ മതേതര നിലപാട് ഉയർത്തിപ്പിടിച്ച് സമസ്തയെ നയിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഖാസി ഫൗണ്ടേഷൻ വാർഷികാഘോഷ വേദിയിലാണ് മുഖ്യമന്ത്രി മുത്തുക്കോയ തങ്ങളെ പുകഴ്ത്തിയത്. വർഗീയ ശക്തികൾ രാജ്യത്ത് അപരവിദ്വേഷത്തിൻ്റെയും ഭിന്നിപ്പിൻ്റെയും വിഷവിത്തുകൾ പടർത്താൻ സംഘടിതമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വേളയായിരുന്നു അത്. നിലപാടുകളിൽ തെളിമയില്ലാത്ത ആർക്കും തിരിച്ചടി നേരിടാവുന്ന കാലം. എന്നാൽ ഇക്കാലത്തും വിട്ടുവീഴ്ചയില്ലാതെ മതമൈത്രിയുടെയും സാഹോദര്യത്തിൻ്റെയും മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമസ്തയെ നയിക്കാൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് കഴിഞ്ഞുവെന്നത് അഭിനന്ദനാർഹമായ കാര്യമാണ്. പരിപാടിക്ക് മുൻപ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിക്കാഴ്ച നടത്തി. കോഴിക്കോട് മർക്കസ് നോളജ് സിറ്റിയിലായിരുന്നു കൂടിക്കാഴ്ച. ദീപക് ധർമ്മടം കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ദീപക്, തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോഴുള്ള ഈ കൂടിക്കാഴ്ച, അതുപോലെ തന്നെ ഈ പുകഴ്ത്തലുകൾ എങ്ങനെ നോക്കിക്കാണണം ഇതിനെയൊക്കെ? അമൃത, ഇതിന് വലിയ രാഷ്ട്രീയ മാനമുണ്ട് എന്നുള്ളത് തീർച്ചയാണ്. കാരണം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെ അവരുടെ മർക്കസ് നോളേജ് സിറ്റിയിൽ ചെന്ന് മുഖ്യമന്ത്രി കാണുന്നു. അവർ തമ്മിൽ വളരെ അടുത്ത സൗഹൃദമാണ്. അത് പഴയ സൗഹൃദവുമാണ്. പിണറായിയുമായുള്ള കാന്തപുരത്തിൻ്റെ ബന്ധത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. അത് അത്രമേൽ ആത്മബന്ധമുള്ളതാണ്. പക്ഷേ എന്നാൽ അത് കഴിഞ്ഞ് ഇപ്പോൾ വൈകിട്ട് ഖാസി ഫൗണ്ടേഷൻ്റെ അവാർഡ് ദാനത്തിൻ്റെ അവരുടെ വാർഷിക സമ്മേളനത്തിൻ്റെ ഉദ്ഘാടകനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തുന്നു. ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് സമസ്ത അധ്യക്ഷന് പുരസ്കാരം നൽകുന്നു. ആ പുരസ്കാരം നൽകിക്കൊണ്ട് മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗത്തിന് വലിയ മാനമുണ്ട്. ആ മാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ജമാഅത്തെ ഇസ്ലാമിയെ പരോക്ഷമായി അദ്ദേഹം വിമർശിക്കുന്ന രീതിയിൽ, അതായത് മതമൈത്രി തകർക്കുന്നവർ മതത്തിനിടയിൽ മതസംഘടനകൾക്കിടയിൽ പ്രവർത്തിക്കുമ്പോൾ മതേതര മൂല്യങ്ങൾ ഐക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ, അത് പ്രത്യേകിച്ചും സമസ്തയെ നയിക്കാൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതും മതേതരത്വത്തിനും അതുപോലെ തന്നെ നാടിൻ്റെ ഐക്യത്തിനും വേണ്ടിയാണ് എന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നിലനിന്നത്. അത് ഖാസി പരമ്പരയുടെ ഒരു തുടർച്ചയാണ്, ചരിത്രപരമായ തുടർച്ചയാണ് എന്നുകൂടി പിണറായി വിജയൻ പറഞ്ഞു വയ്ക്കുമ്പോൾ അതിന് വലിയ മാനമുണ്ട്. മാത്രവുമല്ല, ഇത് ഖാസി ഫൗണ്ടേഷൻ്റെ പരിപാടിയിലാണ് പറയുന്നത്. തൊട്ടടുത്ത് ഇ ടി മുഹമ്മദ് ബഷീറും ഡോക്ടർ എം കെ മുനീറും ഇരിക്കുന്നു. ജിഫ്രി തങ്ങളും മുഖ്യമന്ത്രി പിണറായി വിജയനും വേദിയിൽ ഇടയ്ക്കിടയ്ക്ക് സൗഹൃദങ്ങൾ പങ്കിടുന്ന നിമിഷങ്ങളും നമ്മൾ കണ്ടതാണ്. ഒരുപക്ഷെ കഴിഞ്ഞ കുറച്ച് നാളുകളായി ജിഫ്രി തങ്ങൾ വളരെ കൃത്യമായ ചില നിലപാട് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ എടുത്തിരുന്നു. ആ ജമാഅത്തെ ഇസ്ലാമിയെ സഹായിക്കുന്ന UDF നിലപാടിനെതിരെ എടുത്തിരുന്നു. അതിൻ്റെ ഒരു തുടർച്ചയായി വേണം നമുക്ക് ഈ ഒരു പ്രസംഗത്തെ കാണാൻ. വലിയ രാഷ്ട്രീയമാനമുള്ള പ്രസംഗമാണ്. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ മതേതരത്വത്തിൻ്റെ കാവലാളാണ് എന്നുള്ളത് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അമൃത, ശരി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.